പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം സക്കറിയ പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു, ഞാൻ അവർക്കെതിരെ കൈകുലുക്കും. തങ്ങളുടെ ദാസന്മാർക്ക് അവർ കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ഇത് സക്കറിയ പ്രവാചകന്റെ ദർശനത്തിൽ തനിക്ക് ലഭിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ്. പ്രിയമുള്ളവരെ, ദൈവഭക്തന്മാർക്കെതിരെ എന്നാളും പ്രതിയോഗികൾ എഴുന്നേൽക്കും, വെല്ലുവിളികൾ ഉണ്ടാകും, തകർത്തു കളയുവാൻ ബന്ധിക്കുന്ന ശത്രുക്കളുടെ ശക്തികൾ ഉണ്ടാകും. എന്നാൽ യഹോവയായ ദൈവം രാവിലെ സമയം പറയുന്നു, യഹോവ ഭക്തനായ നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന, മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ശത്രുക്കൾക്കെതിരെ യഹോവയുടെ കൈ കുലുക്കും. കാരണം നാം ദൈവത്തിന്റെ കണ്ണിലെ കൺമണികൾക്ക് തുല്യമായി നമ്മെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും നാം ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും നമുക്ക് വിരോധമായ ഒരു ശത്രു എഴുന്നേൽക്കുവാൻ ദൈവം സമ്മതിക്കയില്ല. ശത്രുവിന്റെ തലയെ കാൽവരി കുരിശിന്മേൽ തകർത്ത് എന്നേക്കുമായി നമുക്ക് ജയം നേടിത്തുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നായകനും നമ്മുടെ ദൈവവുമായിരിക്കുക. ഖേദിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ നിങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്നുണ്ടോ? മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന വെല്ലുവിളികൾ പലപ്പോഴും ചെവികളിൽ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ അവർക്കെതിരെ കൈകുലുക്കും. യഹോവഭക്തനായിരുന്ന ഏലിയാവിനെ തകർത്തു കളയുമെന്ന് ഇസബേൽ വെല്ലുവിളിച്ചു. എന്നാൽ ദൈവം തന്റെ ഭക്തനെ ഭദ്രമായ ചിറകടിയിൽ പാലിച്ചു എന്നതിലധികമായി തന്റെ ജീവിതത്തിൽ താൻ ചെയ്തു വന്ന ശുശ്രൂഷയുടെ ഇരട്ടിയായ ശുശ്രൂഷകൾ ചെയ്യത്തക്ക രീതിയിൽ തന്നെ പ്രാപ്തനാക്കി മാറ്റി. എന്നാൽ വെല്ലുവിളിച്ച ഇസബേലോ അല്പനേരത്തിന് ശേഷമായി അവളുടെ രക്തം നായ്ക്കുട്ടികൾക്ക് ഇരയായി തീർന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികളുടെ ശബ്ദത്താൽ ഇന്ന് രാവിലെ സമയം നിങ്ങൾ ഭാരപ്പെടുന്നു. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന, യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവഭക്തന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടിയ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ആകയാൽ വെല്ലുവിളികളെ ഭയപ്പെടേണ്ട. പ്രവൃത്തി തലങ്ങളിൽ നിന്നോ, ശുശ്രൂഷ മേഖലകളിൽ നിന്നോ, ചുറ്റുപാടുകളിൽ നിന്നോ, സഹവിശ്വാസികളിൽ നിന്നോ, സഹപ്രവർത്തകരിൽ നിന്നോ, എവിടെ ഒന്നുമായിക്കോട്ടെ, സകല വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിൽ വരയ്ക്കപ്പെട്ടിരിക്കിയാലും കണ്ണിന്റെ ഇഷ്ടമണി പോലെ നാം സൂക്ഷിക്കപ്പെട്ടിരിക്കിയാലും ശത്രുവിന്റെ ശക്തി നമ്മോട് എതിർക്കുവാൻ, നമ്മെ തകർക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആകയാൽ വിശ്വാസത്തോടെ ദൈവത്തിലായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.